بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبي الله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമുക്ക് സൂറത്തു ആലി ഇമ്രാനിലെ അവസാന വചനങ്ങളായ ഖവാതീമു സൂറത്തി ആലി ഇമ്രാൻ പാരായണം ചെയ്യുവാനും തഫ്സീർ പഠിക്കുവാനും സാധിച്ചു. ആ ആയത്തുകൾ ചിന്തിക്കേണ്ട ആയത്തുകളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പ്രത്യേകം ഉമ്മത്തിനെ നിർദ്ദേശിച്ച ഹദീസും അത് എപ്രകാരം പാരായണം ചെയ്യലാണ് സുന്നത്തെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തു നിസായിലെ ഏതാനും ചില ആയത്തുകളാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സൂറത്തു നിസായിലെ മവാരീസുമായി, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ആയത്തുകളായിരിക്കും ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ആമുഖം മാത്രമാണ് ഇന്ന് പറയുന്നത്. അനന്തരാവകാശം നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സൂറത്തു നിസായിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മവാരീസിനെ കുറിച്ച്, അനന്തരാവകാശത്തെക്കുറിച്ച് ഉദ്ധരിച്ച ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ലളിതമായ പഠനം. അതായത് ഓരോ മുസ്ലിമിനും അറിഞ്ഞിരിക്കേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിൽ. അനന്തരാവകാശത്തിനാണ് അറബിയിൽ പറയുക അൽ മവാരീസ്, ഇൽമുൽ മവാരീസ്, അല്ലെങ്കിൽ ഇൽമുൽ ഫറായിദ്. സൂറത്തു നിസായിലെ 11 മുതൽ 14 വരെയുള്ള ആയത്തുകളും അതുപോലെ തന്നെ സൂറത്തു നിസായിലെ 176 ആയത്തുകളുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ സാധാരണ ഉദ്ധരിക്കാറുള്ളത്. കൃത്യമായി പറയുകയാണെങ്കിൽ 3 ആയത്തുകളാണ്, 11ഉം 12ഉം. മൂന്നാമത്തെ ആയത്ത് അവസാനത്തെ സൂറത്തു നിസായിലെ അവസാനത്തെ ആയത്തായ 176-ാമത്തെ ആയത്തുമാണ് അനന്തരാവകാശം വിശദീകരിക്കുന്ന ആയത്തുകൾ. ഈ 3 ആയത്തുകളായിരിക്കും നമ്മുടെ പഠന വിഷയം ഇൻഷാ അല്ലാഹ്. അനന്തരാവകാശം പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ശരീഅത്തുൽ ഇസ്ലാമിയ എന്ന് നമ്മൾ ശരീഅത്ത് എന്ന് പറയും. ഈ ശരീഅത്തിൻ്റെ പ്രാധാന്യം, അത് എത്രത്തോളം മനുഷ്യന് സ്വാതന്ത്ര്യവും അവകാശവും നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ജാഹിലിയ കാലഘട്ടത്തിൽ ബഹുദൈവ വിശ്വാസികൾ അനന്തരാവകാശം കുട്ടികൾക്കും സ്ത്രീകൾക്കും നൽകിയില്ലായിരുന്നു. നിഷിദ്ധമാക്കിയ വിഭാഗക്കാരാണ് സ്ത്രീകളും കുട്ടികളും. അപ്പോൾ അനന്തരാവകാശത്തിൽ നിന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും അവകാശം ഇല്ല. എന്താണ് അവരുടെ ന്യായം? അവർ പറയും ലാ യുഅത ഇല്ലാ മൻ ഖാതല വഹാസൽ ഗനീമ. യുദ്ധം ചെയ്യുകയും ഗനീമത്ത് ലഭിക്കുകയും ചെയ്ത പുരുഷന്മാർക്ക് മാത്രമാണ് അനന്തരാവകാശത്തിൽ അവകാശമുള്ളത്. അഥവാ യുദ്ധം ചെയ്യാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും അനന്തരാവകാശമില്ല. തെരിക്കയിൽ നിന്ന് ഒരു ആൾ മരണപ്പെട്ടിട്ട് അയാൾ ബാക്കി വച്ച സ്വത്തിനാണ്, മുതലിനാണ് അറബിയിൽ തെരിക്ക എന്ന് പറയുക. തെരിക്ക അവസാനം താണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തെരിക്കത്ത് എന്ന് വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ തെരിക്കയിൽ നിന്ന് അവകാശം ജാഹിലിയ കാലഘട്ടത്തിൽ ആർക്ക് മാത്രമാണ്? പുരുഷന്മാർക്ക്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇല്ല. അവരുടെ വാദം ഇതായിരുന്നു. അപ്പോൾ അക്രമം മൂലം തന്നെ സ്ത്രീകളും കുട്ടികളും അവർക്ക് അനന്തരാവകാശം നിഷിദ്ധമായിരുന്നു. അങ്ങനെ ഇസ്ലാം വന്നു. വലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാ വിഭാഗക്കാർക്കും നീതി പോലെ അവരുടെ അവകാശങ്ങൾ നൽകി എന്ന ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിക ശരീഅത്തെ ആക്ഷേപിക്കുന്ന കൂട്ടത്തിൽ അനന്തരാവകാശ വ്യവസ്ഥയെ സംബന്ധിച്ചും വിമർശിക്കാറുണ്ട്. എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രീയുടെ ഇരട്ടി അവകാശം, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി അവകാശം എന്നൊക്കെ വാദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം നീതിപൂർവമാണ് ആ വിഷയം കൈകാര്യം ചെയ്തത്. നമുക്കെല്ലാവർക്കും അറിയാം, കുടുംബ ബാധ്യത ഏറ്റെടുക്കുന്നവൻ ആരാണ്? പുരുഷനാണ്. അഥവാ നിർബന്ധമായും കുടുംബത്തിന് ചെലവ് കൊടുക്കേണ്ടവൻ പുരുഷനാണ്. അപ്പോൾ പുരുഷൻ്റെ സമ്പത്ത് അവകാശികൾക്ക് നൽകുമ്പോൾ സ്വാഭാവികമായും ആ സമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. പുരുഷൻ നിർബന്ധമായും കൊടുക്കേണ്ട വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? സ്ത്രീ. അപ്പോൾ സ്ത്രീയുടെ ആ നിലക്ക് നോക്കുകയാണെങ്കിൽ സ്ത്രീയുടെ സമ്പത്ത് കൂടുകയാണ്. പുരുഷൻ സമ്പത്തിന് നൽകുന്നവനാണ്, ചെലവഴിക്കുന്നവനാണ്. അപ്പോൾ കുറവ് വരുന്ന വിഭാഗക്കാർക്കാണ് അനന്തരാവകാശത്തിൽ കൂടുതൽ അവകാശം ലഭിക്കേണ്ടത് എന്ന് നമ്മൾ സാമൂഹികമായി ചിന്തിച്ചാലും ബുദ്ധിപരമായി ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അതല്ലാതെ പുരുഷന് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. വീട് ഉത്തരവാദിത്തത്തിന് പുറമെ തന്നെ വീടിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ വിശാലമായ ലോകത്തിലേക്ക് ചെന്നാൽ പുരുഷന് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള പുരുഷനാണ് സ്വാഭാവികമായും കൂടുതൽ അവകാശം നൽകപ്പെടേണ്ടത്. മാത്രമല്ല, തീരെ അവകാശം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീ വിഭാഗത്തിന് മോചനം നൽകിക്കൊണ്ട് അവർക്ക് അവരർഹിക്കുന്ന അവകാശം നൽകിയ ഇസ്ലാം വിമർശിക്കപ്പെടേണ്ടത് അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമാണ്. ഈ തീരുമാനം നമ്മൾ അതിൻ്റെ യുക്തി, അതിൻ്റെ ഉദ്ദേശം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിർബന്ധമായും അനുസരിക്കണം, പാലിക്കണമെന്നാണ്. അതല്ലാതെ ഇപ്പോൾ പല രാജ്യങ്ങളിലും, സംഘടനകളെന്ന് പറയട്ടെ, പല മുസ്ലിം രാജ്യങ്ങളിലും ഇസ്ലാമിൻ്റെ ഈ ശരീഅത്ത് നിയമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരാൽ നിർമ്മിതമായ നിയമങ്ങളാണ് അവർ പുലർത്തിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ജാഹിലിയ താഗൂത്ത് നിയമങ്ങളാണ്. അതൊന്നും ഒരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഈ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയാണ്. അത് എങ്ങനെയാണ് ഇസ്ലാം ഒരു മാറ്റം കൊണ്ടുവരികയും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവകാശങ്ങൾ നൽകുകയും ചെയ്തത് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇൽമുൽ മവാരീസ്, ഇൽമുൽ ഫറായിദ് എന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ ഏറ്റെടുത്തൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇജ്മാലാക്കാതെ തഫ്സീലായിട്ടാണ് ഈ നിയമങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ ഇജ്മാൽ എന്ന് പറഞ്ഞാൽ മൊത്തമായി പറയാതെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഖുർആനിലൂടെ സ്വീകരിക്കപ്പെട്ടത്. സാധാരണ മറ്റു നിയമങ്ങളൊക്കെ മൊത്തത്തിൽ ഖുർആൻ പറയുമ്പോൾ അഖീമുസ്സലാ എന്ന നമസ്കാരത്തിൻ്റെ തഫ്സീലാത്ത് എവിടെയാണ്? സുന്നത്തിലാണ്. എന്നാൽ ഈ വിഷയത്തിൽ മറിച്ചാണ്. ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മവാരീസുമായി ബന്ധപ്പെട്ട മിക്ക വിഷയങ്ങളും ഖുർആനിൽ തന്നെ ഉണ്ട്. ഈ ഖുർആനിലില്ലാത്ത അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഥവാ ഹദീസിൽ ഉദ്ധരിക്കപ്പെടുകയും ഖുർആനിൽ ഉദ്ധരിക്കാതെ ഇരിക്കുകയും ചെയ്ത നിയമങ്ങൾ വളരെ കുറവാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഇൽമുൽ ഫറായിദ്, ഇൽമുൽ മവാരിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഖുർആനിക ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തഫ്സീർ എന്ന നിലക്കാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത്. ഖുർആനിലൂടെ ഇൽമുൽ മവാരിസ് നമ്മൾ മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെ ഹുക്മ് പഠിക്കാൻ നമ്മൾ
ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമുൽ മവാരിസിൻ്റെ ഫദ്ലിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് മവാരീസിൻ്റെ അർത്ഥ നിർവചനം? പണ്ഡിതന്മാർ നൽകിയ നിർവചനമാണ് പറഞ്ഞത്. ഹുവ ഇൽമുൻ യുഅറഫു ബിഹി മൻ യരിസു വമൻ ലാ യരിസു വമിഖ്ദാറു മാ ലികുല്ലി വാരിസിൻ മിനത് തരിക. അത് അർത്ഥം മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ഇൽമുൻ യുഅറഫു ബിഹി മൻ യരിസു വമൻ ലാ യരിസു. ആർക്കൊക്കെയാണോ അനന്തരാവകാശം ലഭിക്കുക ലഭിക്കാതിരിക്കുക അവരെ സംബന്ധിച്ച് അറിയുക. അതായത് അനന്തരാവകാശം അർഹിക്കുന്ന വിഭാഗക്കാരെ കുറിച്ച് അറിയുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ മരിച്ചു, അയാൾക്ക് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. ഒരു പുരുഷനാണ് മരിച്ചത്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് എത്രയാണ്? സ്വത്തിൻ്റെ സുമുന്. എന്താ സുമുന് പറഞ്ഞാൽ? 8/1. ബാക്കിയൊക്കെ കുട്ടികളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞ ഒരു നിയമമാണ്. അപ്പോൾ അതുപോലെയുള്ള മറ്റു നിയമങ്ങളൊക്കെ നമ്മൾ ഖുർആനിക ആയത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുന്നു. ഇൽമുൻ യുഅറഫു ബിഹി മൻ യരിസു വമൻ ലാ യരിസ്. കുട്ടികളില്ലെങ്കിലോ? കുട്ടികളില്ലാത്ത ഒരാൾ മരിച്ചു, അയാൾക്ക് അമ്മുണ്ട്, ഉപ്പാന്റെ സഹോദരനും ഭാര്യയുമുണ്ട്, കുട്ടികളില്ല. അങ്ങനെയാവുമ്പോൾ ആ ഭാര്യയ്ക്ക് എത്ര നൽകപ്പെടും? സ്വത്തിൻ്റെ റുബ് അഥവാ 4/1. കുട്ടികളുണ്ടാവുമ്പോൾ കുറച്ചും കൂടി കുറച്ച് അല്പം കുറയും സ്വത്തിൽ നിന്ന്. എന്നാൽ കുട്ടികളില്ലാത്ത ഒരു ഭാര്യയ്ക്ക് സ്വത്തിൻ്റെ 4/1. ബാക്കിയുള്ള സ്വത്തിൻ്റെ വിഹിതം ഈ അമ്മിലേക്ക് അഥവാ പിതാവ് സഹോദരനിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ ഖുർആനിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇൽമുൽ മവാരിസ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇൽമുൻ യുഅറഫു ബിഹി മൻ യരിസു വമൻ ലാ യരിസ് വമിഖ്ദാറു മാ ലികുല്ലി വാരിസിൻ മിനത് തരിക. സ്വത്തിൽ നിന്ന് ഓരോ വ്യക്തിക്കും അർഹിക്കുന്ന വിഹിതം എത്രയാണ്? ഇപ്പോൾ നമ്മൾ പഠിച്ചു, കുട്ടികൾ ഉള്ള ഭാര്യയാണെങ്കിൽ എത്രയാണ്? 8/1 അല്ലെങ്കിൽ 4/1 പറഞ്ഞു. അപ്പോൾ അതെന്താണ്? ഒരു കണക്കാണ്. ആ കണക്ക് പ്രകാരം അവകാശികളെ കണ്ടെത്തുക. അതാണ് ഇൽമുൽ മവാരിസിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? തഫ്സീർ പഠിക്കുക. തഫ്സീറിലൂടെ ഖുർആനിൽ വന്ന അനന്തരാവകാശത്തെക്കുറിച്ച് ലളിതമായി പഠിക്കുക. ഓരോ മുസ്ലിമിനും അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇൽമുൽ മവാരിസ് അത് പഠിക്കുന്നത് എത്രത്തോളം ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ പല ഹദീസുകളും വന്നിട്ടുണ്ട്. അധിക ഹദീസുകളും ദുർബലമാണ്. പണ്ഡിതന്മാർ സാധാരണ ഉദ്ധരിക്കാറുണ്ട്. കാരണം ഈ നല്ല വിഷയങ്ങളിൽ സഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഒന്നുകൂടി ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് ദുർബലമായ ഹദീസുകളും ഉദ്ധരിക്കാറുണ്ട്. അത് പണ്ഡിതന്മാരുടെ ഒരു പതിവാണ്. ഉദാഹരണമായിട്ട് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അബൂ ഹുറൈറയിൽ നിന്നാണ് റിവായത്ത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅല്ലമുൽ ഫറായിദ്, നിങ്ങൾ അനന്തരാവകാശ ശാസ്ത്രം പഠിക്കുക. വഅല്ലിമൂഹ, നിങ്ങൾ പഠിപ്പിക്കുക. ഫഇന്നഹു നിസ്ഫുൽ ഇൽം, അത് ഇൽമിൻ്റെ പകുതിയാണെന്ന്. വിജ്ഞാനത്തിൻ്റെ പകുതിയാണ് ഏത്? ഇൽമുൽ ഫറായിദ്. വഹുവ യുൻസാ വഹുവ അവ്വലു ശൈഇൻ യുൻസഉ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി വിസ്മരിക്കപ്പെടുന്ന, മറക്കപ്പെടുന്ന, എടുത്തു കളയപ്പെടുന്ന ശാസ്ത്രം ഏതായിരിക്കും? ഇൽമ്. എന്താണ്? ഇൽമുൽ ഫറായിദ്. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഈ ഹദീസിൻ്റെ ഇസ്നാദിൽ ദൗർബല്യമുണ്ടെങ്കിലും നമ്മളിതിൻ്റെ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. കാരണം ഈ അവസാന നിമിഷങ്ങളിൽ, കാലഘട്ടങ്ങളിൽ മുമ്പ് സലഫുസ്സാലിഹീങ്ങളും പണ്ഡിതന്മാരും ശ്രദ്ധ പുലർത്തിയ ഒരു ഇൽമായിരുന്നു ഏത്? ഇൽമുൽ ഫറായിദ്. ഖുർആൻ പഠിച്ചാൽ പിന്നീട് പഠിക്കേണ്ട ശാസ്ത്രം ഏതാണ്? ഇൽമുൽ ഫറായിദാണ്. പലപ്പോഴും ഹദീസ് പഠിക്കാൻ തുനിയുന്ന വിദ്യാർത്ഥികളെ ഷെയ്ഖുമാർ മടക്കാറുണ്ട്. ആദ്യം ചോദിക്കും ഖുർആൻ പഠിച്ചോ, രണ്ടാമതായി ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഫറായിദ് പഠിച്ചോ, അനന്തരാവകാശം പഠിച്ചോ. പഠിച്ചില്ലെങ്കിൽ മടക്കും, എന്നിട്ട് ഇൽമു പഠിക്കുന്നു പറയും. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. സുഫ്യാൻ ഇബ്നു ഉയൈന പറയുന്നു, ഇബ്നു കസീർ ഉദ്ധരിച്ചതാണ്. എന്തുകൊണ്ടാണ് നിസ്ഫുൽ ഇൽം എന്ന് പറയാനുള്ള കാരണം? ഓരോ മനുഷ്യനും ബാധകമായ ഒരു ശാസ്ത്രമാണ്. കാരണം ഒരു മനുഷ്യന് കുടുംബക്കാരുണ്ടാവും, അനന്തരാവകാശികളുണ്ടാവും. അപ്പോൾ എല്ലാ
മനുഷ്യർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൽമാണ് ഇൽമുൽ ഫറായിദ്. അതുകൊണ്ട് തന്നെ നിസ്ഫുൽ ഇൽം എന്ന് പറയപ്പെട്ടു. ഇത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതാണ്. ശൈഖുൽ അൽബാനി റഹ്മഹുല്ലാഹ് ദഈഫാക്കിയിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ഇൽമു സലാസ. ഇത് വേറെ ഹദീസാണ്. അൽ ഇൽമു സലാസ. ഇൽമു എന്ന് വെച്ചാൽ വിജ്ഞാനം എന്ന് വെച്ചാൽ മൂന്നാണ്. വമാ സിവാ ദാലിക ഫഹുവ ഫദ്ലുൻ. അതൊഴിച്ചെല്ലാം അത് പ്രധാനമായ ഇൽമല്ല, മറിച്ച് അത് ഒരു സിയാദത്താണ്. ആയത്തുൻ മുഹ്കമ, ഒന്ന് ആയത്ത്. ഔ സുന്നത്തുൻ ഖായിമ, രണ്ട് സുന്നത്ത്. ഔ ഫരീദത്തുൻ ആദില, മൂന്നെന്താണ്? ഫരീദ. ഫറായിദിൻ്റെ ഏകവചനമാണ് ഫരീദ, അനന്തരാവകാശം പഠിക്കൽ. മൂന്ന് പ്രധാനപ്പെട്ട ശാസ്ത്രമാണ്, ഇൽമാണ് ഇവിടെ ഈ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത്. ഒന്ന് ഖുർആൻ, രണ്ട് സുന്നത്ത്, മൂന്ന് ഫറായിദ്. യഥാർത്ഥ ഫറായിദ് ഖുർആനിലും സുന്നത്തിൽ പെട്ടതാണെങ്കിലും പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം അതിൻ്റെ പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രത്തിൽപ്പെട്ട ഈ വിഷയം പണ്ഡിതന്മാർ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഫറായിദ് വിഷയം എതിൽപ്പെട്ടതാണ്? ഫിഖ്ഹിൽപ്പെട്ടതാണ്, കർമ്മശാസ്ത്രത്തിൽ. എന്നിട്ടും ഫറായിദ് എന്ന തലക്കെട്ടിൽ പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നോ രണ്ടോ പുസ്തകത്തിൻ്റെ പേര് എഴുതാം. അത് ലളിതമായി പഠിക്കേണ്ട ഒരു പുസ്തകം. ഉദാഹരണമായിട്ട് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ഉള്ളൊരു പുസ്തകമാണ് തസ്ഹീലുൽ ഫറായിദ്. ഇബ്നു ഉസൈമീൻ്റെ തസ്ഹീലുൽ ഫറായിദ്. അതുപോലെ തന്നെ ഇനി വിശാലമായി പഠിക്കേണ്ട ഒരു പുസ്തകമാണ് അൽ ഖുലാസ ഫി ഇൽമിൽ മവാരീസ്. ഇത് വളരെ നല്ലൊരു ഗ്രന്ഥമാണ്, എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം. ദുക്തൂർ നാസിർ അൽ ഗാമിദി. ഇദ്ദേഹം ഫറായിദിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഉമ്മുൽ ഖുറാൻ യൂണിവേഴ്സിറ്റിയിലെ ഫറായിദിലെ വലിയ പ്രൊഫസറാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അൽ ഖുലാസത്തു ഫീ ഇൽമിൽ മവാരീസ് ദുക്തൂർ നാസിർ അൽ ഗാമിദി. അങ്ങനെ പിന്നെ ഈ വിഷയത്തിൽ പല പൂർവ്വകാലത്ത് പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതിലിപ്പം ഏറ്റവും അറിയപ്പെട്ട ഒരു പുസ്തകമാണ് അർ റഹബിയ്യ. അത് 100 ചില്ലാനം വരികൾ അടങ്ങിയ ഒരു കാവ്യരൂപത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അല്ലാമ റഹബി എഴുതിയ, ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനായ അല്ലാമ റഹബി എഴുതിയ ഒരു കാവ്യരൂപത്തിലുള്ള ഒരു പുസ്തകമാണ്. അത് പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത് അനന്തരാവകാശം എന്ന വിഷയത്തിൻ്റെ ശ്രേഷ്ഠത. അനിബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വേറൊരു ഹദീസിൽ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽഹിഖുൽ ഫറായിദ ബിഅഹ്ലിഹാ ഫമാ ബഖിയ ഫഹുവ ലിഔലാ റജുലിൻ ദക്കർ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫറായിദുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നു, ഈ ഹദീസും, ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത കേട്ടോ ഈ ഹദീസും ഈ 3 ആയത്തുകളും, അനന്തരാവകാശം പ്രതിപാദിച്ച ആയത്തുകൾ എത്രയാണ്? 3 ആയത്തുകൾ. സൂറത്തു നിസായിലെ 3 ആയത്തുകൾ 11, 12, പിന്നെ 176. ഈ ആയത്തുകളും ഈ ഹദീസും കൂട്ടി ഒരുമിച്ചാൽ പിന്നീട് ഫറായിദ് പൂർത്തിയായി. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? അൽഹിഖുൽ ഫറായിദ ബി അഹ്ലിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവകാശം ചില വ്യക്തികൾക്ക്, വിഭാഗക്കാർക്ക് നിശ്ചിത കണക്കാക്കി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എത്രയാണ്? 8-1. കുട്ടികളില്ലെങ്കിൽ 4-1. ഇത് നിശ്ചിത കണക്കാണോ? കണക്കാണ്. അങ്ങനെ ആ കണക്ക് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്ന സ്വത്ത് ഫമാ ബഖിയ ഫഹുവ ലിഔലാ റജുലിൻ ദക്കർ, ഏറ്റവും ആ മരിച്ച ആ വ്യക്തിയുമായി അടുപ്പമുള്ള, കുടുംബ ബന്ധമുള്ള പുരുഷന് പോകട്ടെ. ഉദാഹരണമായി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞു, അയാൾക്ക് ഒരു ഭാര്യയും പിന്നീട് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ അയാളുടെ വാപ്പ മാത്രമേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ഈ ഹദീസ് പ്രകാരം നമ്മൾ കാര്യം നോക്കുകയാണെങ്കിൽ ഖുർആനിൽ നിശ്ചയ കണക്കായി പറഞ്ഞു ഭാര്യയ്ക്ക്
റുബു അഥവാ സ്വത്തിൻ്റെ 4/1 പോകട്ടെ. ഫമാ ബഖിയ എന്നിട്ട് സ്വത്തിൽ നിന്ന് ബാക്കിയുണ്ടെങ്കിൽ 4/1 പോയാൽ ബാക്കിയുള്ള 3 ഓഹരിയും ആർക്കായിരിക്കും? ആ മരിച്ച ആളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനായ പുരുഷന് ആണ് പോകേണ്ടത് എന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിലൂടെ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് ലഖിയ ഉമറ ബി ഉസ്ഫാൻ. ഉസ്ഫാനിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നാഫി എന്ന താബിഈ പണ്ഡിതൻ കണ്ടു. നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് വകാന ഉമറു യസ്തഅമിലുഹു അലാ മക്ക. ഉമർ റളിയല്ലാഹു അൻഹു എന്താണ്? ഖലീഫയാണ്. ആ ഖലീഫയുടെ മക്ക എന്ന പട്ടണത്തിൻ്റെ നേതൃത്വമായിരുന്നു നാഫി ആയിരുന്നു. അതായത് മക്കയുടെ നേതൃത്വം വഹിച്ച ഇപ്പോഴത്തെ ഭാഷാപ്രകാരം അമീർ ആയിരുന്ന നാഫി റളിയല്ലാഹു അൻഹു ആരെ കണ്ടു? ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. എവിടെ വെച്ച്? ബി ഉസ്ഫാൻ. എവിടെയാണ് ഉസ്ഫാൻ? വാദി ഉസ്ഫാൻ. ഉസ്ഫാൻ താഴ്വര എന്ന് പറയുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് ഉസ്ഫാൻ എന്ന് പറയും. ഇപ്പോഴും ആ പേരിൽ തന്നെ അറിയപ്പെട്ടത് ഉസ്ഫാൻ. പണ്ഡിതമായി പറയുന്നു ഉസ്ഫാൻ അലാ വസ്നി ഉസ്മാൻ. അസ്ഫാൻ എന്നല്ല, ഇസ്ഫാൻ എന്നല്ല, ഉസ്മാൻ എന്ന ഉച്ചരിക്കുന്നത് പോലെ തന്നെ അതിന് ഉച്ചാരണം ഉസ്മാൻ. ഉസ്ഫാനും ഉസ്മാനും അതിൻ്റെ ആദ്യത്തെ ഹർഫ് മമ്മായിരിക്കും. അപ്പോൾ ഉസ്ഫാനിൽ വെച്ച് കണ്ടു. മക്കയുടെ ഗവർണറാണ് ആര്? നാഫി റഹിമഹുല്ലാ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു, മൻ ഇസ്തഅമൽത അലാ അഹ്ലിൽ വാദി. മക്കക്ക് താങ്കൾക്ക് പകരം ആരെയാണ് താങ്കൾ നിശ്ചയിച്ചത്? ആര് ചോദിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാല ഇബ്നു അബ്സ. അപ്പോൾ ഉത്തരം പറഞ്ഞു, ഇബ്നു അബ്സയാണ് ഞാൻ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. എന്നാൽ ഉസ്ഫാനിൽ താങ്കളുമായി ഞാൻ കണ്ടുമുട്ടി. എനിക്ക് പകരമായി ഇബ്നു അബ്സയെ ഞാൻ മക്ക പട്ടണം നേതൃത്വം വഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഖാല വമൻ ഇബ്നു അബ്സ. ആരാണ് ഇബ്നു അബ്സ? ആര് ചോദിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു. ഖാല മൗലൻ മിൻ മവാലീന. എൻ്റെ അടിമകളിൽ ഒരു അടിമയാണ് ഇബ്നു അബ്സ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല. ഒരു അടിമയായ ഒരു മനുഷ്യനെയാണോ താങ്കൾ മക്ക നേതൃത്വം വഹിക്കാൻ വേണ്ടി താങ്കൾക്ക് പകരമായി താങ്കൾ നിശ്ചയിച്ചത് എന്ന് ഒരു വിമർശന രൂപത്തിൽ ആര് ചോദിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു. കാരണം പലപ്പോഴും ഒരു അടിമ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം കുറവായിരിക്കും. അതുപോലെ തന്നെ മതപരമായ വിഷയങ്ങളിലും എത്രത്തോളം ഉഷാറായിരിക്കും എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ നേതൃത്വം എന്ന് പറയുമ്പോൾ നല്ല കാര്യബോധം വേണം, ഉത്തരവാദിത്വ ബോധം വേണം. അതെല്ലാം സാധാരണ നിലയിൽ അടിമകളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായ ചോദ്യമാണ് ചോദിച്ചത്. ഖാല നാഫി റഹിമഹുല്ലാ പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ. ഖുർആൻ ഖാരി ആണ് അദ്ദേഹം. ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഖുർആനിൽ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ് നാഫി റഹിമഹുല്ലാ. ഇപ്പോൾ നമ്മളൊരു ഖാരി എന്ന് പറഞ്ഞാൽ പണ്ഡിതനാകണമെന്നില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകൾ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധ പുലർത്തുന്നത് കുട്ടികളെ ഹിഫ്ദ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ സഹാബത്തുകളുടെ മനഹജ് എന്തായിരുന്നു? ലനുഅ്തൽ ഈമാന ഖബ്ലൽ ഖുർആൻ. ഇന്നാ ലനുഅ്തൽ ഈമാന ഖബ്ലൽ ഖുർആൻ. ഖുർആനിന് മുമ്പ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് എന്താണ്? ഈമാനായിരുന്നു. സാധാരണ ഇവിടെ പറയാറുണ്ട് അത്തർബിയത്തു ഖബ്ല തഅലീം. വിദ്യാഭ്യാസത്തിന് മുമ്പ് എന്താ വേണ്ടത് ഒരു കുട്ടിക്ക്? തർബിയത്ത്. ആ അർത്ഥമാണ് ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബത്തുകൾ പറഞ്ഞത്, ഇന്നാ ലനുഅ്തൽ ഈമാന ഖബ്ലൽ ഖുർആൻ. ഈമാൻ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി ആ കുട്ടിയെ പാകപ്പെടുത്തുക, അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിചയപ്പെടുത്തുക. അങ്ങനെ തൗഹീദ് ഒരു കുട്ടിയുടെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നാൽ ആ കുട്ടി ഖുർആൻ പഠിച്ചാൽ ആ ഖുർആൻ പ്രകാരം അമൽ ചെയ്യാനുള്ള മനസ്സ് അവനുണ്ടായിത്തീരും. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയെടുക്കണം. പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിലാണ് ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ എന്ന് പറഞ്ഞത്. വഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്. മാത്രമല്ല അനന്തരാവകാശത്തിലും അയാൾ പണ്ഡിതനാണ്, ആലിമാണ്, അറിവുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ യോഗ്യത മനസ്സിലായല്ലോ. ഖാല ഉമർ. അപ്പോൾ ഉമർ പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാൽ.
എന്നാൽ നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ ഉയർത്തും. ഈ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ ഉയർത്തും. വയദഉ ബിഹി ആഖരീൻ, മറ്റു വിഭാഗത്തെ താഴ്ത്തിക്കളയും. ഖുർആൻ കൊണ്ട് ഖുർആൻ പഠിക്കുകയും ഇഖ്ലാസോടെ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അത് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തും. എന്നാൽ ഖുർആനിലൂടെ ഭൗതിക താല്പര്യങ്ങൾ ആഗ്രഹിക്കുകയും ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി തുനിയുകയും ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വതആല താഴ്ത്തിക്കളയും. അപ്പോൾ ഇതിൻ്റെ ഈ ഇൽമുൽ ഫറായിദ് പഠിച്ച ഈ ഒരു അടിമയെ സംബന്ധിച്ച് എത്രത്തോളമാണ് ഇസ്ലാം അയാൾക്ക് പ്രാധാന്യം നൽകിയത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാല തഅല്ലമുൽ ഫറായിദ്. വേറൊരു സന്ദർഭത്തിൽ ഉമർ പറയാണ്, തഅല്ലമുൽ ഫറായിദ്, നിങ്ങൾ ഫറായിദ് പഠിക്കൂ, അനന്തരാകാശം പഠിക്കൂ. വല്ലഹന വസ്സുനന കമാ തഅല്ലമൂനൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അനന്തരാകാശവും ഭാഷയും സുന്നത്തും നിങ്ങൾ പഠിച്ചിരിക്കുക. തഅല്ലമുൽ ഫറായിദ് വല്ലഹന. ലഹന വെച്ചാൽ ഭാഷ. അല്ലഹന എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുമുണ്ട്. ഒരു അർത്ഥമാണ് ഭാഷ. വസ്സുനന, സുന്നത്തും. കമാ തഅല്ലമൂനൽ ഖുർആൻ. ഇമാം ദാരിമി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഒരു അസറാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അസർ. തഅല്ലമുൽ ഫറായിദ വല്ലഹന വസ്സുനന കമാ തഅല്ലമൂന അൽ ഖുർആൻ. അപ്പോൾ ഈ ഫറായിദിന്റെ അനന്തരാകാശ വിഷയത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തുമായി അവകാശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷമേ സ്വത്ത് ഓഹരി നടത്താൻ പാടുള്ളൂ. ഒന്നാമതായി ഈ മയ്യിത്തിനെ ഒരുക്കുന്ന, അയാളെ കുളിപ്പിക്കുക, അതുപോലെ തന്നെ കഫൻ ചെയ്യുക, ഖബർ കുഴിക്കുക, കുളിപ്പിക്കുന്നവരുടെ കൂലി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സ്വത്തിൽ നിന്ന് എടുക്കണം, ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം. അതുപോലെ തന്നെ ഈ മരിച്ച ആൾക്ക് കടബാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കണം. കടബാധ്യത നൽകിയതിന് ശേഷമാണ്, കടങ്ങളൊക്കെ വീട്ടിയതിന് ശേഷമാണ് സ്വത്ത് ഓഹരി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കടം പോലെയുള്ള ബാധ്യതകളുള്ള ഒരു മനുഷ്യൻ അയാൾ വസിയത്ത് എഴുതണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം. അതുപോലെ തന്നെ വസിയത്തിൽ ഈ മരിച്ച ആൾ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് സ്വത്ത് ഓഹരി ചെയ്യേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കണം, അനന്തരാവകാശികൾക്ക് എന്തില്ല? ലാ വസിയ്യത ലിവാരിസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്, അനന്തരാവകാശികൾക്ക് വസിയത്തില്ല. അതായത് ഒരാൾ പറയാണ്, എൻ്റെ മകന് കുറെ മക്കളുണ്ട്, ഖാലിദായ മകന് എൻ്റെ അവകാശിയാണ്, സ്വത്തിൻ്റെ അവകാശിയാണ്, അയാൾക്ക് കൂടുതലായി ഞാൻ എഴുതുന്നു എന്ന് വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് ശരിയല്ല. ലാ വസിയ്യത ലിവാരിസ്. എന്നാൽ അവകാശികളല്ലാത്ത വിഭാഗക്കാർക്ക് വസിയത്ത് പറ്റുമോ? പറ്റും. എത്ര അതിൻ്റെ കണക്ക്? സ്വത്തിൻ്റെ 1/3 മാക്സിമം. 1/3 അപ്പുറം പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഅദ് റളിയല്ലാഹു അൻഹു വസിയത്ത് ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ വസിയത്ത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അന്നിസ്ഫു കസീർ. സ്വത്തിൻ്റെ പകുതി വളരെ കൂടുതലാണ്. പിന്നീട് പറഞ്ഞു അസ്സുലുസ്. അപ്പോഴും പറഞ്ഞു അസ്സുലുസ് കസീർ. പിന്നീട് സുലുസ് സ്വത്തിൻ്റെ 1/3 അനുവദിച്ചു കൊടുത്തു. അതിനപ്പുറം കടക്കാൻ പാടില്ല വസിയത്ത് ചെയ്യുന്ന ഒരാൾ. പറഞ്ഞു വരുന്നത് വസിയത്ത് നടപ്പിലാക്കിയതിന് ശേഷമാണ് സ്വത്ത് ഓഹരി ചെയ്യേണ്ടത്. അൻ അബി ഉമാമത, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നല്ലാഹ ഖദ് അഅതാ കുല്ല ദീ ഹഖ്ഖിൻ ഹഖ്ഖഹ. ഓരോ അവകാശിക്കും തൻ്റെ അവകാശം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ഫലാ വസിയ്യത ലിവാരിസ്. അങ്ങനെ ആവുമ്പോൾ വാരിസിന്, അവകാശിക്ക് എന്തില്ല? വസിയത്ത് ഇല്ല. റവാഹു അബൂ ദാവൂദ് വഇബ്നു മാജ വത്തിർമിദി. ഇമാം ഇബ്നു മാജ, അബൂ ദാവൂദ്, തിർമിദിയൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു, ലജ്നത്ത് ദാഇമ അംഗങ്ങളായ പണ്ഡിതന്മാർ ഫത്വ നൽകുന്നു, ഇദാ മാതൽ മുസ്ലിമു വലം യഖ്ദിഫ്
ഫരീദത്തുൽ ഹജ്ജ്. ഒരാൾ മരിച്ചു, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചു, എന്നാൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ല. വഹുവ മുസ്തക്മിലുൽ ലിശുറൂത്തി വുജൂബിൽ ഹജ്ജ്. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാതെ ഒരാൾ മരിച്ചു. വജബ അൻ യുഹജ്ജ അൻഹു മിൻ മാലിഹി അല്ലദീ ഖല്ലഫഹു. അയാൾ ബാക്കി വെച്ച, ഉപേക്ഷിച്ചു പോയ ആ സ്വത്തിൽ നിന്ന് നിർബന്ധമായും അതിൽ നിന്ന്, അയാളുടെ സ്വത്തിൽ നിന്ന് എടുത്ത് അയാൾക്ക് പകരമായി ഹജ്ജ് നിർബന്ധമായും നിർവഹിക്കപ്പെടണം. അതായത് അവകാശികളായ മക്കൾ മരിച്ചുപോയ ഉപ്പാനെ സ്വത്തിൽ നിന്ന് ആ സ്വത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ വിശ്വസ്തരായവരെ ഏൽപ്പിക്കണം എന്ന് ലജ്നത്ത് ഫത്വ നൽകുന്നു. സവാഉൻ ഔസാ ബിദാലിക അം ലം യൂസ്. ഈ മരിച്ചുപോയ ഈ മനുഷ്യൻ, ഈ മുസ്ലിമായ മനുഷ്യൻ അപ്രകാരം വസീത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും, മനസ്സിലായില്ലേ? ഒരാൾ മരിച്ചു, വസീത്ത് ചെയ്തില്ല, എൻ്റെ സ്വത്തിൽ നിന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യിപ്പിക്കണം എനിക്ക് വേണ്ടി, അങ്ങനെ വസീത്ത് ചെയ്തില്ലെങ്കിലും നിർബന്ധമായും അയാൾ സ്വത്തിൽ നിന്ന് എടുത്ത് അയാൾക്ക് നിയാബത്ത് ചെയ്യണമെന്നാണ് ലജ്നത്ത് ഫത്വ പ്രകാരം ഇബ്നു ബാസ്, ഷെയ്ഖ് അഫീഫി, ഖദയ്യാൻ, ഇബ്നു മനിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഫത്വ നൽകിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വത്ത് വീതം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നിസായിലെ 11 മുതൽ ആയത്തുകൾ, അതിൻ്റെ അർത്ഥവും കർമ്മശാസ്ത്ര വിശദാംശങ്ങളും ലളിതമായി ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി കാര്യങ്ങൾ ആത്മാർത്ഥമായും ആഴത്തിൽ പഠിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതനുസരിച്ച് അമൽ ചെയ്യുവാനും പഠിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും സന്മനസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا وآتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.